ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു തോരൻ വെക്കാൻ ഇറങ്ങിയതാ. ഇതുണ്ടോ, നിത്യവഴുതനങ്ങാന്ന് ഇത് പറയും. ഇത് ഞാൻ അങ്ങ് ഇക്കാലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ച് ഇവിടെ എൻ്റെ വീട്ടിലാണ്. ഇതുണ്ടോ, ഇത് നിത്യവഴുതന. ഇതാ നമ്മളുടെ ഇന്ന് തോരൻ വെക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. ഇത് ഒത്തിരി ഉണ്ടാകും കേട്ടോ. ഒരു ചെറിയ കാ കൊണ്ട് ഞാൻ ഉണങ്ങിക്കൊണ്ട് ഇട്ടതാ. ഇത് ഒത്തിരി ഉണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം ഇത് പറിക്കുന്നത്. അതിനിപ്പുറം തന്നെ പയറും ഉണ്ടായിട്ടുണ്ട്. ഇതും പയറും ഇട്ട് മെഴുക്കുവരട്ടി വെക്കാൻ നല്ല, തോരൻ വെക്കാൻ നല്ലതാ. നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. തോരൻ വെക്കാനുള്ള പച്ചമുളകും കൂടെ ഇതിനകത്ത് നിന്ന് പറിക്കുന്നതുണ്ടോ. കുഞ്ഞു തയ്യാ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാ. ഇതും നമുക്ക് പറിക്കാം. കണ്ടോ, ഇതും തോരൻ വെക്കുന്ന ഒരു സാധന, ചുണ്ടങ്ങാന്ന് പറയും. കണ്ടോ, നിറയെ കായ്ച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കാ. ഇത് തോരൻ വെക്കും. ഇത് അരിഞ്ഞ് തോരനൊക്കെ വെക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കയറിയപ്പോൾ കരി പറ്റി കേട്ടോ കയ്യിൽ. ഉള്ളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കാ. ഇതും തോരൻ വെക്കുന്നത്. ഇത് 2-3 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറിക്കുന്നില്ല, നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതുണ്ടോ, വലിയ ഇതുണ്ടോ, മരമല്ല, ഇതായിട്ടുണ്ട്. ഉണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിഞ്ഞ് തോരൻ വെക്കാം. അരിയുന്നൊന്നും ഞാൻ ഇത് കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ എടുക്കുക, ഇതൊന്നും നമുക്ക് കളയണ്ട. ഇതെല്ലാം എടുക്കുക. നമുക്കിനി തോരൻ വെക്കാം. പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. 5 ഉണ്ട്. അത് നമുക്ക് ഇതിനാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ വെക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. മൂത്ത കുരുവാണെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം കേട്ടോ അരിയാൻ. ഇനി നമുക്കിത് തോരൻ വെക്കുന്നത് കാണാം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ വെച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പച്ചമുളക് തേങ്ങയൊക്കെ ഒതുക്കി ചേർക്കുന്ന അത് ഇടുന്നത് നല്ലതാണ്. ഞാനിത് കുഞ്ഞതായിട്ട് അരിഞ്ഞാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. നമ്മൾ അരിഞ്ഞ് വെച്ച നിത്യവഴുതനങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേവാൻ വേണ്ടി നമുക്ക് കൈകൊണ്ട് കുറച്ച് വെള്ളം കൈകൊണ്ട് തിളച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. അതുകഴിഞ്ഞിട്ട് നമ്മുടെ തോരനിവിടെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നമ്മൾ തളിച്ച കൊടുത്തിട്ടുള്ളായിരുന്നു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിത്യവഴുതനങ്ങ വീട്ടിലുള്ളവരും കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.